ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം മറക്കാണ്ട് വീഡിയോയുടെ ഐക്കണിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പോകും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തുക കേട്ടോ. എന്നുവെച്ചാൽ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ പറയാറില്ല, ആരും അധികം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓർഡിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കറി പരിപ്പും ചീരയും പിന്നെ കടല ഉപ്പേരിയും തോരൻ പോലെ വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പരിപ്പും ചീരി കുറച്ചുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കറി രസം വയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പണികളുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ കണ്ടാലോ. കുറേ നാളായി ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്നും നന്നാക്കാം. ചിലപ്പോൾ ഇന്ന് വയ്ക്കും, അല്ലെങ്കിൽ നാളെ രാവിലത്തെ ഉപ്പേരിയായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു നന്നാക്കി വയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചക്ക വെട്ടണം. ചക്ക പഴുത്തിരിപ്പുണ്ട്. അപ്പം അതെല്ലാവരും കൂടി ചെയ്യാം. എല്ലാവരും വരുമ്പോഴേക്കും ചെയ്യാം. ചക്കക്കുരു നന്നാക്കാനാകുമ്പോഴേക്കും എല്ലാവരും എല്ലാത്തിനും കൂട്ടാന്നേ അതല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് പോയാലോ. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായി ചക്കക്കുരു ഒരു ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിന് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഹോളിൽ വന്നിരിക്കുകയെന്ന് വെച്ചാൽ ഉമ്മർത്ത വാതിൽ തുറന്നിട്ട് അവിടെ നിന്നും കാറ്റുണ്ടാവും. പിന്നെ നമ്മുടെ ഫാൻ്റെ കാറ്റ് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടെടുക്കും കേട്ടോ. പറ്റില്ല വാതിലടച്ചിട്ടുണ്ടെങ്കിൽ. വാതിലും കൂടി തുറന്നിട്ടാൽ മാത്രമാണ് നല്ല തണുപ്പ് അകത്തേക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതാ ശ്രീകുട്ടൻ ചേട്ടനെ എല്ലാം കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ബാറിന്റെ അപ്പുറത്തേക്ക് എല്ലാം പറഞ്ഞു കേട്ടാ. അപ്പോൾ ആ ഭാഗത്ത് ഇറങ്ങിയ നല്ല പച്ചക്കറികളൊക്കെ കിട്ടും. അപ്പോൾ അത് കാരണമാണ് കേട്ടോ അവിടെ ഇറങ്ങിയത്. അല്ലാണ്ട് ബാറിലേക്കൊന്നും പോകണം ചേരും ചേട്ടനില്ല. ഞാൻ ആ കാര്യത്തിൽ എന്തോ ഭാഗ്യവതിയാണ്. ഞാൻ കല്യാണത്തിന് മുന്നേ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ, കള്ളു കുടിക്കാത്ത ആൾ വേണമെന്നുള്ളത്. അത് ദൈവം തമ്പുരാൻ എന്തായാലും സാധിച്ചു തന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം അല്ലേ. അപ്പോൾ ചേട്ടനെ കൊണ്ടുവരാൻ ശ്രീകുട്ടൻ പോയി. ഇന്ന് വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പക്ഷെ അവന് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഇങ്ങോട്ട് പോയൊന്നുമില്ല. പിന്നെ ഞാൻ ചക്കക്കുരു നന്നാക്കൽ ചെയ്തു. കുറച്ച് നേരം ആദ്യത്തിൻ്റെ ഹെൽപ്പും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അതിനിടയ്ക്ക് വന്നു. അത് ഞാൻ ചക്കക്കുരു നന്നാക്കലൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ മൊരിയൊന്നും കളയില്ല കേട്ടോ. നാലായിട്ട് അങ്ങോട്ട് കീറിയിട്ടിട്ട് പോളെ അങ്ങോട്ട് എടുത്ത് കളയും മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇതിന് നേരമൊക്കെ വെള്ളത്തിലിട്ട് കല്ലുമിട്ടോ ഉരയ്ക്കൊക്കെ ചെയ്താൽ മൊരിയും പോവും. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ചെയ്യാറില്ല. നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇന്നെടുത്തിട്ട് കാച്ചാം, നാളെ ബാക്കിയുള്ളത് എടുത്ത് കാച്ചാം. ഒരു 3/4 വേവൊക്കെ ആക്കി വെക്കാന്ന് വെച്ചാൽ നല്ലതാണ്. നല്ലോണം വെന്തോണ്ട് കുഴപ്പമില്ല, പക്ഷെ കേടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ഒരടി അടിച്ച് അപ്പം തന്നെ ഓഫ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഇത്തിരി വെള്ളവും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ കുക്കർ എന്തായാലും ഏറെക്കുറെ റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്തണം. എന്താ വെച്ചാൽ ഒന്നാമതല്ല അതിൻ്റെ കളറ് മങ്ങി. പിന്നെ ഇപ്പോൾ വാഷ് മാറ്റിയിട്ടിട്ടും അതിൻ്റെ എയർ പോവുക. അപ്പോൾ ഇനിയിപ്പോൾ ആ കുക്കർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അത്യാവശ്യം വർഷങ്ങളായിട്ടുണ്ടാവും. പിന്നെ ചേട്ടന് അതൊരു കൂപ്പണിൽ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ, ഈ ഒരു വലിയ കുക്കർ. മുന്നത്തെ നമ്മുടെ കുക്കർ കേടായപ്പോൾ ഇതിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതിരിക്കുന്നുണ്ടായിരുന്നു, എടുത്ത് ഉപയോഗിച്ചത്. പിന്നെ ആ ചക്കക്കൂരിൻ്റെ പോളയൊക്കെ കൊണ്ട് കളഞ്ഞ് പിന്നെ ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രസം വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. രസമായാലും പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. പിന്നെ രാവിലെ വലിയ ജോലികളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നവർ ഇങ്ങനെയൊക്കെ തലേദിവസം കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർ എടുത്ത് ഓടിപ്പിക്കും കേട്ടോ. അവർക്കത് ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളടത്തൊന്നും പരീക്ഷിക്കാൻ നിൽക്കേണ്ട. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർ അല്ല, ചില അമ്മമാർക്ക് അതൊന്നും പ്രശ്നമില്ലാത്തവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എളുപ്പപ്പണിയിൽ ചെയ്യണോണ്ടൊന്നും ഒരു വിരോധം ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അപ്പോൾ രസത്തിന് ഞാൻ കുറച്ചധികം ജീരകവും കുരുമുളകൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ രസം വയ്ക്കാൻ വെച്ചിട്ട് ഇന്നത്തെയും നാളത്തെയും കൂടി ആവശ്യത്തിന് വേണ്ടേ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കുഞ്ഞുകലത്തിൽ നിറയെ വെക്കണം. അപ്പോൾ അങ്ങനെ ജീരകവും കുരുമുളക് പൊടിച്ച് എടുത്തു. ഇനി അതിലേക്ക് 2 തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ളത്. കുറച്ച് അരച്ച് ചേർക്കണം, കുറച്ച് അതുപോലെ അതിൽ കട്ട് ചെയ്തിടണം. അപ്പോൾ ഞാനൊരു കുഞ്ഞു തക്കാളി കട്ട് ചെയ്തിടാൻ മാറ്റി വെച്ചു. ബാക്കി ആ വലുതും വേറെ ഒരെണ്ണം കൂടി എടുത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുങ്ങാട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. തക്കാളി ഇങ്ങനെ ആക്കുമ്പോൾ നല്ല എന്താ പറയുക, ആ ഒരു രസത്തിൻ്റെ വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. വെറുതെ മുറിച്ചിടലല്ലാണ്ട് നമ്മൾ ഈ പൊടിയുടെ കൂടെ ഒന്ന് പേസ്റ്റ് പരുവായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ചിലർ മല്ലി ചതച്ചിടും, ഉണ്ടെങ്കിൽ മല്ലി ചതച്ചിടാം, അല്ലെങ്കിൽ മല്ലിപ്പൊടി കൂടെ ഇടണവരും അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ഭാഗക്കാരുടെ പ്രത്യേകതകളാവും. ഞങ്ങളിവിടെ വയ്ക്കണ രസം ഇങ്ങനെയാണ്.
ഇത് ഇവിടുത്തെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. പച്ചമുളക്, സവോള അല്ല സവോള എന്നേ കൂട്ടുകാരതൊന്നും കേൾക്കല്ലേ, പച്ചമുളകും തക്കാളിയും അതുപോലെ കറിവേപ്പിലയാണ് ഇപ്പം ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഗ്യാസിമാകുമ്പോൾ എൻ്റെ ഗ്യാസ് അത്ര നന്നായിട്ട് കത്തണില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കെറ്റിൽ വേഗം തിളപ്പിച്ചിട്ട് വെച്ചു. പിന്നെ കുക്കർ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു ആക്കിയിട്ട്. പിന്നെ ഞാനത് ആ തക്കാളി അരച്ചില്ലേ, അപ്പോൾ ചുമരുമ്പോൾ മുഴുവൻ തെറിച്ചു കേട്ടോ. എത്ര ശ്രദ്ധിച്ചിട്ടും എന്തോ ശ്രദ്ധ തെറ്റിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ചുമരമ്മിക്കും മിക്സിമിക്കും ഒക്കെ ആകെ തെറിച്ചു. മിക്സി ഞാൻ വെറുതെ ഒന്നും പൈപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് കാണിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ കാട്ടർ കണ്ടിട്ട് ഇതേപോലെ തന്നെ മിക്സി വെള്ളം എടുത്ത് ഒഴിക്കാനൊന്നും നിൽക്കണ്ട, ചിലവർക്കൊക്കെ കത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഒരു നേക്കിൽ ഉള്ളിൽ വെള്ളം കയറാണ്ട് ചെയ്യണം, എന്നാലാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഓടിച്ചെന്ന് കുറേ വെള്ളത്തിലെടുത്ത് കുളിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ മിക്സി എടുത്ത് പൊട്ടക്കിണറ്റിലിടാം, അത്രേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതും പോട്ടെ. ഇനിയിപ്പോൾ ഞാൻ പിന്നെ മസാല ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളും നിരത്തി വെക്കട്ടെ. പിന്നെ ഞാൻ വരുമ്പോൾ അത് എടുത്ത് വയ്ക്കാനും ഒക്കെ നിൽക്കണം. അപ്പോൾ അതിലും ഭേദം ഇതിൽ ഫില്ല് ചെയ്ത് എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മുട്ട പൊരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വറുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരത് ഈസി ആയിട്ട് വന്ന് ചെയ്തോളും. നമ്മളതിൻ്റെ പിന്നാലെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ തലേദിവസം തന്നെ മറക്കാണ്ട് ചെയ്യണ ഒരു കാര്യമാണ് മോട്ടർ വിടുക എന്നുള്ളത് കേട്ടോ. എപ്പോഴും കിടക്കണേറ്റ് മുന്നേ മോട്ടർ വിട്ട് ടാങ്ക് നിറച്ചിട്ടാണ് കിടക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ നമ്മൾ നിൽക്കുമ്പോൾ കാറ്റും മഴയൊക്കെ വന്ന് കണ്ടില്ലെങ്കിലോ വലിയ ബുദ്ധിമുട്ടല്ലേ. പിന്നെ രസം അധികം തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും. എനിക്ക് പക്ഷേ നന്നായിട്ട് തിളച്ച് അതിൽ പുളിയൊക്കെ വെന്താലാണ് എനിക്കിഷ്ടമുള്ളൂ. അപ്പം ഞാനത് കാരണം നന്നായിട്ട് തിളപ്പിക്കും. ഇത്തിരി കായപ്പൊടിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിൽ ഒരു 3/4 ഭാഗം ആക്കി വേവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മൊരിച്ചെടുക്കണം. ആ മൊരിക്കണേലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ചക്കക്കൂര അങ്ങനെ തന്നെ ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതീയിൽ കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ട് ഫ്രൈ ആക്കണ പോലെ അങ്ങോട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുക്കറിൽ ഓവറായിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കാച്ചുമ്പോൾ കുഴഞ്ഞിരിക്കും. ഇനിയിപ്പോൾ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഇതേപോലെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഇതേപോലെ ചെയ്യാം. അങ്ങനെ മസാല ബോക്സൊക്കെ എടുത്തു വെച്ചു. മസാല ബോക്സിൽ എപ്പോഴും നല്ല ലാഭം തന്നെയാണ് കേട്ടോ. നമുക്ക് ടൈം എപ്പോഴും ഭയങ്കര ലാഭമാണ് മസാല ബോക്സൊക്കെ ഉണ്ടെങ്കിൽ. ഓരോ പാത്രങ്ങൾ എടുത്ത് പൊളിക്കാനും തുറക്കാനും അങ്ങനെ ഒന്നും നിൽക്കണ്ടല്ലോ, ഇതാകുമ്പോൾ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കാച്ചിട്ട് കഴിഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ തിരിച്ച് എടുത്ത് വെച്ച് പിന്നെ രസം ഇവിടത്തേക്ക് മാറ്റി വെച്ചു. എനിക്കതൊന്ന് വറുത്തിടണം. അപ്പോഴേക്കും ചേട്ടൻ്റെ ചക്ക കൊണ്ടുപോയി വെട്ടിട്ടുണ്ട്. അനന്തപുരത്ത് നിന്ന് നമ്മൾ സൺഡേയിൽ കൊണ്ടുവന്നില്ലേ, ആ ചക്ക അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വെട്ടി ഇങ്ങോട്ട് തുണ്ടത് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കുറേ പണി എളുപ്പമായല്ലോ. അങ്ങനെ രസം അതിന് നേരം കൊണ്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്കക്കുരും അത്യാവശ്യം കിടന്ന് മൊരിയുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടി ഇട്ടു, നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ മുറ്റത്ത്. അപ്പോൾ ചേട്ടൻ എല്ലാം അതും കൂടി കൊണ്ടുവച്ചിട്ടാണ്. അവിടെ എന്തെങ്കിലും കൊണ്ടുവച്ച് ഞാൻ അടി നടത്തും. അതിൻ്റെ കാരണം നമ്മുടെ ക്യാമറ വയ്ക്കുന്ന സ്ഥലമാണ്. നമുക്ക് കറികളൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ക്യാമറ വെക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേഗം പറിച്ചിടാം ചക്ക, പിറ്റേ ദിവസത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അവസാനമാകുമ്പോൾ നമുക്ക് ചക്കട ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. ഇതിൽ ഞാൻ ചക്കടയുടെ വീഡിയോ കൂടി എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ സാച്ചിയിലെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ചുളയൊക്കെ ഞാൻ അവിടെ നിന്ന് പറിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറേയൊക്കെ പറിച്ച് ഒരു ബേസനിൽ അങ്ങനെ ഇട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദിത്യനും ശ്രീകുട്ടനും ഒക്കെ കഴിക്കാനായിട്ട് ചുറ്റും വന്നിരുന്നു. അവർക്ക് തന്നെ പറിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വയറ് നിറച്ചതിനിടയ്ക്ക് ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് അവസാനമായപ്പോഴേക്കും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചക്കയല്ലായിരുന്നു, പറിച്ചിടാൻ ബുദ്ധിമുട്ടായി. ഞാൻ ഇങ്ങനെ ആ മുള്ളു പോത്ത ഭാഗം അങ്ങോട്ട് ചെത്തിക്കളഞ്ഞ് കേടായ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതും ചെത്തിക്കളഞ്ഞ് പാത്രത്തിൽ വലിയ ബേസനിലേക്ക് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. പിറ്റേ ദിവസം എങ്ങാനും വന്നിട്ട് ചക്കട ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുമ്പോൾ എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ സമയമാണല്ലോ നമുക്ക് ഇല്ലാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സമയം ലാഭിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആ ഒരു മുള്ളിൻ്റെ അടിഭാഗത്തില്ല അതുവരെ കഴിക്കുക കേട്ടോ. നല്ല മധുരമായിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിലേക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ അത്രയ്ക്കൊന്നും ചക്കയൊന്നും കഴിക്കില്ല. അടുത്തതും ഒക്കെ അങ്ങനെ ചെത്തി. ചേട്ടൻ പറഞ്ഞു എന്തിനാ അങ്ങനെ ചെത്തണം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ പറിച്ചിടുക. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞ ആൾ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഞാനങ്ങനെ എന്തായാലും എനിക്ക് പറ്റണ പോലെ ഇങ്ങനെ മുറിച്ചങ്ങോട്ട് ഇട്ടു. പക്ഷേ പിറ്റേ ദിവസം അതൊക്കെ ചിലവായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷമാണ് കാണിക്കുന്നത്. കുറേ വിശേഷങ്ങൾ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എഴുന്നേറ്റത്, പക്ഷേ സാധിച്ചില്ല. പെട്ടെന്ന് വീണ്ടും ഒരു യാത്രയ്ക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ ചായ ഞാൻ നോക്കിയപ്പോൾ പതയൊക്കെ പോയി.
അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കും കപ്പിലേക്കും ആക്കിയിട്ട് മാറ്റി അത് ഇങ്ങനെ ആറ്റിയിട്ട് പതവന്ന് അങ്ങനെ കുടിക്കേണ്ടതാണ് കേട്ടോ എനിക്കിഷ്ടം. മറ്റോണം ഇരിക്കുമ്പോഴേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്താ പറയുക പഴക്കമുള്ള പോലെ തോന്നും. പിന്നെ ഞങ്ങൾ വന്ന് നേരെ ചെടിത്തോട്ടത്തിൻ്റെ അവിടെ വന്നിരുന്ന് ചെടിത്തോട്ടത്തിലത്തെ കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. ഇന്നൊന്നും സാധിച്ചില്ല. കുറച്ച് നേരം അവിടെ നിന്നിരുന്ന് ചായ കുടിച്ചു. മുഴുവനും കുടിക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഒരു ചെടി വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിശേഷമാണ് ആ പറയുന്നത് രണ്ടുപേരും കൂടി. പക്ഷേ അനന്തപുരത്തുണ്ട് ആ ഒരു അതുപോലത്തെ ചെടി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് പിടിച്ച് കിട്ടിയിട്ട് പിന്നെ അത് നശിച്ചു പോകാന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷമമല്ലേ. അപ്പോൾ അത് മഴ കൂടുതൽ പെയ്തിട്ടോ ഓവർ വെള്ളമായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ യാത്രയുണ്ടായിരുന്നു. ഒരു മിഠായി കൊണ്ട് ആൻറ്റി ഒന്നും ഇങ്ങോട്ട് വരുമോ? അപ്പം ഞാൻ പറഞ്ഞു വഴി കുറേ ഇല്ലടി. സാരില്ല, അതിനിപ്പോൾ എന്തോ ഒരു മിഠായി മേടിച്ചിട്ട് വായോ ആൻറ്റി. കുറുമ്പി പെണ്ണേ, കുഞ്ഞി പെണ്ണേ, എന്തിനാണ് ചോദ്യം? കുഞ്ഞി പെണ്ണ് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ ഡ്രസ്സ് മറഞ്ഞ്. അല്ലെങ്കിൽ വന്ന് അപ്പം തന്നെ അതൊക്കെ മാറ്റി ബനിയനും പാൻറ്റും എടുത്തിട്ടില്ലെങ്കിൽ സമാധാനമില്ലാത്ത ആളാണ് ഞാൻ. ചക്കയൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിച്ചു. ആദ്യത്തിനും ശ്രീകുട്ടനും മിച്ചർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വല്ലാണ്ട് കഴിച്ചില്ല. ശ്രീകുട്ടനും മിച്ചറെന്ന് വെച്ചാൽ പ്രാന്താ. അപ്പോൾ അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ നമുക്ക് അച്ചാറിടാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇത്തിരി കടുക് ഉലുവയും കൂടി പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയ്ക്കും അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പിന്നെ നല്ലെണ്ണ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. നേരത്തെ കടുക് പൊട്ടണ്ടായ കാരണം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എണ്ണയും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂക്കണം കേട്ടോ. ഇനിയിപ്പോൾ മുളക് പൊടി പോരായി എന്ന് തോന്നി ലാസ്റ്റ് ഒന്നും കൂടി ആ ഇരുമ്പുളി കിട്ടിയതിന് ശേഷം ഇടണമെന്ന് തോന്നിയാലും ഒരു കുഴപ്പമില്ല. നല്ല ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ അത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇരുമ്പുളി വിഷുവിൻ്റെ തലേദിവസം കൊണ്ടതാണ്. അപ്പോൾ അത് അതിലേക്കിട്ട് മിക്സ് ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നില്ലേ, എന്താണെന്നറിയോ? ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയോളം ഇടണം കേട്ടോ. അപ്പോൾ അത് വേഗം. പിന്നെ കുറച്ച് ഉപ്പ് പോരായിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പുളി അച്ചാർ എന്ന് പറയുന്നത്. പക്ഷേ അധികം അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചല്ല കൊണ്ടുവന്നിട്ടുള്ളൂ, അത് കഴിയുന്നവരെയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സൂപ്പർ ടേസ്റ്റ് ഉള്ളത് വന്നു. പിന്നെ ഞാൻ ചോറുണ്ട് ഒരു പാത്രം എടുത്ത് ഇത്തിരി രസം ഒഴിച്ചു, ഇത്തിരി അച്ചാറും ചക്കക്കുരു മെഴുക്ക് പറ്റിയും കൂടി കൂട്ടി. അപ്പോൾ ഓക്കെ ബായ്. ഇനി അടുത്ത തിങ്കളാഴ്ച കാണാം. അതിനെനിക്ക് ഷോർട്ട് വീഡിയോകൾ ഇടാം.